കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ ഈ സമയം ആഘോഷങ്ങളുടെ ഒരു കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൽ നമ്മളെ ക്രൈസ്തവ സഭകളും ചില വിഭാഗങ്ങളെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട്. കത്തോലിക്ക സഭ ഉൾപ്പെടെ. കത്തോലിക്ക സഭയിൽ എല്ലാവരും എന്നല്ല, ചില വൈദികർ, കൂടുതലും ചെറുപ്പക്കാരായിട്ടുള്ള വൈദികരൊക്കെ അതിന് കൂടുതൽ താല്പര്യം കാണിച്ച് മുന്നോട്ട് വരികയും നമ്മുടെ യുവജനങ്ങളെ, മറ്റുള്ളവരെ അതിന് ഒരു പ്രേരണ കൊടുക്കുകയും ചെയ്യുകയാണ് കാണുന്നു. അപ്പോൾ ഇത് ഒരു 2 ആഴ്ച മുൻപേ ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നുവെങ്കിലും തൽക്കാലം വേണ്ട എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എങ്ങനെ എന്തൊക്കെ ആകട്ടെ കാണാം എന്ന് വിചാരിച്ചു, വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് പലതും ഈ അടുത്ത ദിവസങ്ങളിൽ, ഈ 3-4 ദിവസങ്ങളിൽ ഞാൻ പലരുടെയും ഇത് വീഡിയോകൾ കണ്ടു. ഇതിനെപ്പറ്റി അത് പല വൈദികർ, ധ്യാന ഗുരുക്കൾ, പ്രശസ്ത ധ്യാന ഗുരുക്കൾ തന്നെ ഇട്ടിരുന്നു ഇതൊക്കെ തെറ്റാണ്, നമ്മുടെ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ നടത്തിക്കൂടെ, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ, ഏതാഘോഷങ്ങളായാലും മറ്റൊരു മതത്തിൻ്റെ ഭാഗമായി തീർന്ന ആഘോഷങ്ങൾ അത് നമുക്കത് നിരുപദ്രവകരമാണ് എന്നും പറഞ്ഞ് ധരിച്ച് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി നമ്മളത് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് സമർത്ഥിച്ചപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഗുഡ്നസ് TV പ്രക്ഷേപണം ചെയ്ത ഒരു വൈദികൻ, ഒരു പണ്ഡിതനായ ഒരു ബഹുമാനപ്പെട്ട വൈദികൻ, 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ അതിലുള്ള ചില ഡയറക്റ്റീവ്സ് കൂടെ അത് ഇതിന് ബോധബലമായിട്ട് പുള്ളി ചേർത്ത് അതിനെ കൂടെ ഒരു തൊടുന്യായം പറഞ്ഞ് ന്യായീകരിക്കാൻ വളരെ പാടുപെട്ട് ശ്രമിക്കുന്നതായിട്ട് കണ്ടു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഇത് തീർച്ചയായിട്ടും ഞാനത് 2 ആഴ്ചയ്ക്ക് മുൻപ് വിചാരിച്ചിരുന്ന മാറ്റി വെച്ചത് തെറ്റായിപ്പോയി, അത് ചെയ്യണമെന്ന് വിചാരിച്ച. കാരണം ഇത് അധികം പേര് ചിലപ്പം കണ്ടില്ലെന്ന് കാണുന്നില്ലായിരിക്കും. എന്നാലും അത് പറയാനുള്ളത് സമൂഹത്തോട് പറഞ്ഞേ പറ്റുകയുള്ളൂ. അല്ലാതെ അത് മാറ്റി അടച്ച് വെച്ചിരുന്നാൽ അത് വലിയ തെറ്റാണ്. അത് സത്യം അറിഞ്ഞവർ സത്യം വെളിപ്പെടുത്തിയില്ലെങ്കിൽ അത് അസത്യവാദികളുടെ കൂട്ടത്തിൽ ആ ആളുമായി ആ വ്യക്തി ആരായാലും ശരിയാണ്. അറിഞ്ഞവരത് പ്രകാശിപ്പിക്കണം, വെളിച്ചത്ത് കൊണ്ടുവരണം. അതാണ് വേണ്ടിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഉദാഹരണത്തിന് ഞാൻ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ക്രൈസ്തവർ, ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണ്. അത് ചെയ്യുന്നതിന് നിർബന്ധിതനായിരിക്കുകയാണ്. കാരണം ഇത് അത്യാവശ്യമാണ് അറിഞ്ഞിരിക്കേണ്ടുന്നത്. പലരും പല രീതിയിൽ വൈദികർ തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ അതിൽ ഒരു വ്യക്തത നമുക്ക് ആത്മായർക്ക്, ബൈബിളിനെ പറ്റി ഒരു വെളിച്ചം കിട്ടിയവർക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നമ്മൾ അറിയിക്കേണ്ടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് ഇപ്പോൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിൻ്റെ ഒരു കാലമാണ്. കാലത്തിലാണല്ലോ നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിയുന്നത്. അപ്പോൾ നമ്മളെ കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത് മറ്റ് അമ്പലങ്ങളിലെയോ മറ്റ് മതങ്ങളിലെ മറ്റ് ആചാരങ്ങളോ ഉത്സവങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. ശബരിമലയിലെ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മളെ ബാധിക്കുന്ന ഏക കാര്യം എനിക്ക് തോന്നും ഓണം തന്നെ, ഓണം ഉത്സവം ആഘോഷം തന്നെയാണ്. അപ്പോൾ മുൻപൊരു കാലഘട്ടത്തിൽ, ഈ അടുത്ത ഒരു 5 വർഷങ്ങൾക്കൊക്കെ മുൻപ് തന്നെ നമ്മളിത് അങ്ങനെ പള്ളികളിൽ ആഘോഷിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എനിക്കറിഞ്ഞുകൂടാ, എൻ്റെ ഓർമ്മയിലില്ല. ഒരു 5 വർഷം കൊണ്ടൊക്കെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എന്താണ് അതിൻ്റെ കാരണം അവർ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഈ വീഡിയോയിലിട്ട പലരും അവർ ഇത് തെറ്റാണെന്ന് പറഞ്ഞതിൻ്റെ കാരണവും പറയുന്നില്ല. മറ്റവർ ഈ ഗുഡ്നസ് TV പ്രക്ഷേപണം ചെയ്ത് വ്യാഴാഴ്ച പ്രക്ഷേപണം ചെയ്ത ആ വൈദികൻ പറഞ്ഞ കാര്യവും അത് എന്തുകൊണ്ടത് എന്നെ സാധൂകരിക്കുന്നു എന്നുള്ളതും കാരണം പറയുന്നില്ല. അപ്പോൾ ഞാൻ കാണുന്നത് മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കുന്നതാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. യഥാർത്ഥത്തിൽ ഇതെന്താണ് ഓണം എന്ന് പറയുമ്പോൾ ഒരു മലയാളി എന്താണ്
ഒരു മലയാളിയുടെ മനസ്സിൽ ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കണം. അത് ചിന്തിക്കാതെ നമുക്കിതിലോട്ട് കടക്കാൻ പറ്റത്തില്ല. വൈദികർക്കും അല്ലെങ്കിൽ അഭിവന്ദ്യരായ മെത്രാന്മാർക്കും അവർക്കും ആർക്കും ഇതിൻ്റെ ഒരു സമൂഹത്തിലുള്ള ഇതിൻ്റെ സ്പന്ദനങ്ങൾ അറിയാൻ കഴിയത്തില്ല, പൂർണ്ണമായിട്ട് അറിയാൻ കഴിയത്തില്ല. നമ്മളെപ്പോലുള്ളവർ പറഞ്ഞറിഞ്ഞേ അവർക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരിട്ട് അൽമായരാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. നമ്മളൊക്കെ അതുകൊണ്ട് നമ്മളാണ് നേരിട്ട് ഇതിൻ്റെ ഈ സ്പന്ദനങ്ങൾ, അതിൻ്റെ കൂടുതലും കുറവുകൾ, ഏറ്റക്കുറച്ചിലുകളെല്ലാം അറിയുന്നത്. അത് സമൂഹത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് അറിയാൻ കഴിയുന്നവർ. അപ്പോൾ നമ്മളത് തെറ്റോ അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് തിരുത്തണം. നമ്മുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ തിരുത്തണം. സ്വീകരിക്കാവുന്നത് സ്വീകരിക്കണം. അതിന് നന്മയ്ക്ക് അല്ലെങ്കിൽ അത് നന്മയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇവിടെ ഓണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ അടുത്ത കാലം വരെ ഇതൊരു മതത്തിൻ്റെ ഒരു 10 വർഷത്തിന് മുൻപ് വരെ എനിക്ക് തോന്നുന്നില്ല ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ എല്ലാവരും കണ്ടിരുന്നില്ല. ദേശീയോത്സവമായിട്ട് കണ്ടിരുന്നു. എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ SLCക്ക് ഒരു മുറുകോത്ത് കുഞ്ഞപ്പയുടെ ആണെന്ന് തോന്നുന്ന ഒരു ലേഖനം ഉണ്ടായിരുന്നു ഓണത്തെപ്പറ്റി. അത് വിളവെടുപ്പ് ഉത്സവമാണെന്നായിരുന്നു അദ്ദേഹം സമർത്ഥിക്കുന്നത്. പ്രശസ്ത സാഹിത്യ നിരൂപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. ഇതിനെ മതവുമായിട്ട് കൂട്ടിക്കെട്ടുന്നത്, അതിനെ യോജിപ്പിക്കുന്നത് തെറ്റാണെന്നും പറഞ്ഞിരുന്നു. അതുമല്ല, മതത്തിൻ്റെ കാര്യമായിട്ട് ഇതിനകത്ത് പറയുന്നത് അതിൽ ഒരു പുരാണത്തിൽ വേദത്തിലൊന്നും അതിനുള്ള ഒരു വസ്തുതകൾ സ്പഷ്ടമായിട്ട് കാണുന്നില്ലെന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതിനെ നമ്മൾ കൂടുതലായിട്ട് ഇതിനെ അനുകൂലിക്കുന്ന വൈദികരും വിശ്വാസികളും നമ്മുടെ യുവജനങ്ങൾ അവരൊക്കെ പ്രേരിപ്പിച്ചിട്ടാണല്ലോ യുവജനങ്ങൾ ഇതൊക്കെ അറിയുന്നത് കേൾക്കുന്നത്. അല്ലെങ്കിൽ യുവജനങ്ങൾ വരുമ്പോൾ അവർക്ക് പറഞ്ഞു തിരുത്താൻ ഇത് അങ്ങനെയല്ല. അത് നമ്മുടെ ഏത് സംഘടനകളായാലും തന്നെ പ്രസ്ഥാനങ്ങളായാലും നമ്മൾക്കത് വേണ്ടിയതല്ല, വേണ്ടാത്തതാണ് എന്ന് പറഞ്ഞു തീർത്ത് അതിനൊന്നും ആരും മുതിരാതെ അനുവദിക്കുകയും കൂട്ടത്തിൽ ചേരുകയും ചെയ്യുകയാണ് വൈദികരും. അപ്പോൾ ഞാൻ ഇത് പറയുന്നത് ഈ അടുത്ത കാലത്ത് 10 വർഷം കൊണ്ടാണ് പറയുന്നത് ഹിന്ദു മതത്തിന് ഒരു പ്രത്യേക ചൂട് പിടിച്ചിരിക്കുകയാണ്. അതായത് അവരുടെ ഇത് മറ്റു മതത്തെക്കാളും, പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ മതമാണല്ലോ അങ്ങനെയുള്ളത്, ഒരു ശ്രേഷ്ഠമാണ്. ഭാരതീയരെല്ലാം ഹൈന്ദവ സംസ്കാരത്തിലുള്ളവരും ഹൈന്ദവ മതം സ്വീകരിക്കേണ്ടുന്നവരുമാണ്. അതനുസരിച്ച് വേണം ജീവിക്കാൻ. അതൊക്കെ കൂടുതൽ തീവ്രതയോടെ ചിന്തിച്ച് പ്രസ്താവിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളിലുമുണ്ട് പുരുഷന്മാരിലുമുണ്ട്. നമ്മളിതെല്ലാം അടുത്ത കാലത്ത് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സമയത്ത് പോലും അങ്ങനെ പ്രസ്താവിക്കുകയുണ്ടായി. ഓണമെന്ന് പറയുന്നത് ഒരു ഉത്സവം പൂർണ്ണമായിട്ട് ഹിന്ദു മതത്തിൻ്റെ തന്നെയാണ്, അല്ലാതെ മറ്റൊരു മതത്തിനും അതിന് യാതൊരു സാധ്യതയുമില്ല, അവർക്കൊരു അവകാശമില്ല. ആഘോഷിക്കുന്നെങ്കിൽ അത് ഹിന്ദു മതത്തിൻ്റേതായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം അറിയാവുന്നത് നമ്മുടെ ആത്മായർക്കാണ്. ഈ വൈദികർക്കോ അഭിവന്ദ്യരായ മെത്രാന്മാരോ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതറിയാത്തത് കൊണ്ടായിരിക്കണം ഇവർ അതിനെയൊക്കെ അനുകൂലിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. ഇത് നമ്മളറിയണം. ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണെന്ന് അവരും പ്രസ്താവിച്ച് അത് സ്വീകരിച്ച് അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണ മലയാളി ചിന്തിക്കുന്നത് ഇതൊരു ഹൈന്ദവ ആചാരപ്രകാരം ഉള്ളതാണ്, മതത്തിൻ്റെ ഭാഗമാണെന്നാണ്. അത് മഹാബലിയെയും വാമനൻ എന്ന വിഷ്ണുവിനെയും അതേക്കുറിച്ച് പറയുമ്പോൾ അത് ഹൈന്ദവ മതത്തിൻ്റെ തന്നെയാണ്. അത് പക്ഷേ അവിടെ ചേർത്തിട്ടുള്ളത് അതൊരു ഇടയ്ക്ക് ചേർത്തിട്ടുള്ളൊരു മിത്താണത്. അവർ സമ്മതിക്കുള്ളൊരു മിത്താണ്, അല്ല നടന്നതാണെന്ന് പറയുന്നില്ല. പക്ഷേ നടന്ന ചരിത്രമായിട്ടൊക്കെ ആക്കി തീർക്കാണ്ട് നോക്കുന്നുണ്ട്. പക്ഷേ അത് യുക്തിബോധത്തിന്, ഹൈന്ദവ യുക്തിബോധത്തിന് പോലും നിരക്കാത്ത കാര്യമാണെന്നുള്ള സാധാരണ എല്ലാവർക്കും മനസ്സിലാകും. അല്പമൊക്കെ നമ്മൾ ഒരു അനലൈസിസ്, ഒരു അപഗ്രഥന ബുദ്ധിയോടെ ഇതിനെ അപഗ്രഹിച്ച് പഠിച്ച് വേണം ഒരു കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു മതത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ളത് നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അത് പള്ളിയിൽ ദൈവാലയത്തിലാകുമ്പോഴും ദൈവാലയത്തിൻ്റെ കോമ്പൗണ്ടിലാകുമ്പോഴും പൂർണ്ണമായിട്ടും അത് തെറ്റ് തന്നെയാണ്. അത് കാരണം അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിതൊന്നും ചെയ്യാത്തവർക്ക്, ഇതിനെ വെറുക്കുന്നവർക്ക്, നമ്മൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് പൂർണ്ണമായ ബോധ്യമുള്ളവർക്ക് അത് നമ്മൾ ഉതപ്പ് കൊടുക്കുകയാണ്. ഉതപ്പ് കൊടുക്കുന്നവരെ പറ്റി
മർക്കോസിന് ബൈബിളുമായിട്ട് നമ്മൾ ഏതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബൈബിളുമായിട്ട് നമ്മളൊരു വ്യക്തമായ ഒരു വിചാരണ നടത്തണം. ഇതുമായിട്ട് എങ്ങനെ ഇത് യോജിക്കുന്നു എന്നുള്ള ഒരു നമ്മൾ താരതമ്യം ചെയ്ത് പഠിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യം ഇതിനെപ്പറ്റി എന്ത് പറയുന്നു എന്ന് നമുക്ക് ശ്രമിക്കാം, നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. മർക്കോസ് 9-ാം അധ്യായം 42-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഉതപ്പ് കൊടുക്കുന്ന വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവൻ ഇടർച്ച വരുത്തുന്നവൻ ആരായാലും, പറയുന്നുണ്ട് ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരായാലും അവന് നല്ലത് ഒരു വലിയ തിരുകല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നത് കൂടുതൽ നല്ലത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ വാക്കുകൾ, ഓരോ വാക്യങ്ങൾ, ഓരോ വാക്കുകളുടെ എംഫസൈസ് എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാമുഖ്യം ഓരോ വാക്കിനും പ്രത്യേകത കൊടുത്താണ്, എംഫസൈസ് കൊടുത്താണ് അത് പറയുന്നത്. ആരായാലും അവൻ നല്ല ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നത് കൂടുതൽ നല്ലത്. അപ്പോൾ ഈ വാക്കുകൾക്കൊക്കെ പ്രത്യേക അർത്ഥമുണ്ട്, അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എല്ലാവരും സമ്പന്നരും ഒക്കെയാണ്, ബൈബിളും കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളവരാണ്, ഇപ്പോഴേ എല്ലാവരും പഠിക്കുന്നവരുമാണ്. അപ്പോൾ ഇത് എങ്ങനെ ബൈബിളുമായിട്ട് യോജിക്കുന്നു? ഒരു വിധത്തിലും ഇത് യോജിക്കുന്നതായിട്ട് കാണുന്നില്ല. അതും പ്രത്യേകിച്ച് നമ്മുടെ ബൈബിളിലെ ആഘോഷങ്ങൾ, ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ നമ്മുടെ മതത്തിൻ്റെ ആഘോഷങ്ങളാണ് നമ്മുടെ ദൈവാലയത്തിൽ നടത്തുന്നത്. മറ്റ് മതസ്ഥരാരും മറ്റൊരു മതസ്ഥരുടെ ആഘോഷങ്ങൾ അവരുടെ മത സ്ഥാപനങ്ങളിൽ നടത്താറില്ല, അമ്പലത്തിൽ നടത്താറില്ല, മോസ്കുകളിൽ നടത്താറില്ല. നമ്മൾ മാത്രമാണ് എല്ലാത്തിനും വിട്ടുവീഴ്ച. നമുക്ക് അതും ആകാം ഇതും ആകാം, അതിൽ കുറച്ച് ഇപ്പുറത്തും ചേർക്കാം, ഇവിടെ അങ്ങനെയൊക്കെ വരുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോഴങ്ങനെ വന്ന് നമ്മളൊന്ന് ചിന്തിക്കണം, നമുക്ക് എന്തെല്ലാം ദോഷങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ തലമുറയിൽ, നമ്മുടെ ഇളം തലമുറയിൽ പെട്ടവർ പലരും അങ്ങോട്ടായി പോകുന്നു, അല്ല ഇങ്ങോട്ട് വരികയല്ല ചെയ്യുന്നത്, അങ്ങോട്ടായി പോകുന്നു. ഇതെല്ലാം നിസ്സാരവൽക്കരിച്ചിട്ട് അങ്ങനെ കൃത്യമായിട്ട് കൂടുതൽ പ്രശ്നങ്ങളായിട്ട് വരുമ്പോഴും നമ്മൾ അതിന് തലകുനിച്ച് കൊടുത്തിട്ട് നിൽക്കേണ്ടുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം, നമുക്ക് അറിയുകയും ചെയ്യാം. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, പുറപ്പാട് 32:6 നമുക്കെടുക്കാം. സീനായി മലയിൽ അടിവാരം ദൈവം വസിക്കുന്ന ദൈവാധീനത്തിലുള്ള ഒരു പ്രത്യേക സ്ഥലത്താണ് അവിടെ കാര്യമാണ് അവിടെ പറയുന്നത്. അത് മോശ ദൈവമായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം അവിടെ വസിക്കുന്നു. അത് 40 ദിവസമായിട്ട് അവർ അവിടെ മോശയും ദൈവവും മുഖാമുഖം കണ്ട് സംസാരിച്ച് അവിടെ കഴിയുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മോശയെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ മലയടിവാര കർത്താവ് പറയുന്നുണ്ട്, അത് ഈ മലയടിവാരവും ഈ മലയും ആളുകൾ അവിടെ പ്രവേശിക്കരുത്, കാരണം വിശുദ്ധിയുള്ള സ്ഥലമാണ്, അതിനുള്ള വിശുദ്ധി അവർക്കുണ്ടായിട്ടില്ല, അതിൽ മറ്റ് അശുദ്ധികളൊന്നും തന്നെ അവിടെ പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മോശയ്ക്ക് ആയിട്ട് അത് നമ്മൾ കാരണം മോശ മാത്രമാണ് അവിടെ പ്രവേശിക്കുന്നത്, വേറെ ആരുമില്ല. അശുദ്ധമായിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം വേലി കെട്ടി തിരിച്ചവിടുന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലം സീനായി മല മാത്രമല്ല, അത് ചുറ്റും അതിൻ്റെ ആ മല നിൽക്കുന്ന ചുറ്റും സ്ഥലവും ദൈവത്തിൻ്റെ ഇത് തന്നെയാണ്. അവിടെ പറയുന്നു 6-ാം വാക്യം, അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി, അതിന് പറയും സ്വർണം കൊണ്ടുള്ളൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി പണിഞ്ഞു. അവർക്ക് ആരാധിക്കാനായിട്ട് ദേവൻ വേണമെന്ന് പറഞ്ഞു. അത് അവർ ഉണ്ടാക്കി, അഹ്റോൻ അത് ചെയ്തു കൊടുത്തു, അവർ ആരാധിക്കുന്നു. അപ്പോഴത് 6-ാം വാക്യത്തിൽ പറയുന്നു, ആരാധനയെല്ലാം അവർ കഴിഞ്ഞു, ദൈവത്തിന് ആ കാളക്കുട്ടിക്ക് ആരാധനയൊക്കെ നടത്തി. അവർ പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജന യാഗങ്ങളും അർപ്പിച്ചു. അപ്പോൾ ആരാധന കഴിഞ്ഞ് യാഗബലികളെല്ലാം അർപ്പിച്ചു ഈ വിഗ്രഹത്തിന്. അതിരാവിലെ അതിനു വേണ്ടി ഉണർന്നു. ഇപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ ദിവസങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്, ഇതുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്ന്. യാഗങ്ങളും അർപ്പിച്ചു. ജനം തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു. എന്താണ് അവരുടെ വിനോദം? ഈ കാള എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ഈ സംസ്കാരം എവിടെ നിന്ന് കിട്ടി? ഈജിപ്തിൽ നിന്നാണ് കിട്ടിയത്.
ഈജിപ്തിൽ നിന്ന് അവർ അടിമകളായിട്ട് 400 വർഷം അവിടെ ജീവിച്ചപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ കാള എന്നുള്ള വിഗ്രഹം. എന്താണ് കാള എന്ന അവരുടെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത? അത് പുരുഷശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പുരുഷൻ്റെ ശക്തിയെ, എല്ലാത്തിൻ്റെയും തലവൻ, എല്ലാത്തിൻ്റെയും എല്ലാം പുരുഷനാണ്. ആ പുരുഷൻ്റെ ശക്തിയിലാണ് എല്ലാം മറ്റ് സ്ത്രീ കുഞ്ഞുങ്ങൾ എല്ലാം തന്നെ വ്യാപരിക്കേണ്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് കാളയുടെ വിഗ്രഹത്തിൻ്റെ, അത് എല്ലാ മതത്തിലും അത് അങ്ങനെ കാണാം. അതിന് ഈ കാളയൊക്കെ ആരാധിക്കുന്നവരും അതിൻ്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വണങ്ങുന്നവരുടെയൊക്കെ. അപ്പോൾ അങ്ങനെ കിട്ടിയ അവർ തീനും കുടിയും കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്തുവാ, വിനോദങ്ങളിൽ ഏർപ്പെട്ടു. ഈ കാളയെ ആരാധിക്കുന്നവർ പുരുഷ ശക്തിയെ ആരാധിക്കുന്നവരുടെ സ്ത്രീകളും പുരുഷന്മാരും അവരെന്തുവാ പുരുഷ ശക്തിയുടെ ഒരു അനുഭാവികളായിട്ട് മാറി അതിൽ അലിഞ്ഞു ചേരുകയാണ്. അവിടെ ആ വിനോദം എന്ന് പറയുന്നത് അത് പഠിച്ചവർക്ക് മനസ്സിലാകും. അവിടെ 6-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് പിന്നെ അവിടെ നടക്കുന്നത്. അപ്പോൾ 1-ാം പ്രമാണം വിഗ്രഹം ഉണ്ടാക്കി ആരാധിച്ച് 1-ാം പ്രമാണത്തിൽ നിരോധിച്ചിരിക്കുന്നത്, രണ്ടാമത് 6-ാം പ്രമാണവും അവിടെ ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ പള്ളിയിൽ ഞാൻ ഇത് പറയുന്നത്, ഈ 1-ാം പ്രമാണ ലംഘനം നമ്മൾ അവിടെ സ്പഷ്ടമായിട്ട് ലംഘിക്കുകയാണ് പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് ഇത് നടത്തുമ്പോൾ. അപ്പോൾ എന്തൊക്കെയാണ് നടത്തുന്നത്? അതായത് നമ്മൾ ഇപ്പം പൂക്കള മത്സരം എന്ന് പറയുക, അതിന് പറയുന്നത് അത്തപ്പൂ മത്സരമാണ്. പൂക്കളമെന്നും പറഞ്ഞ് ആരും അതിനെ ഒരു മനുഷ്യൻ, ഒരു മലയാളി അതിനെ പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ വരികയില്ല. അത്തപ്പൂ മത്സരം എന്നേ വരത്തുള്ളൂ. ഈ അത്തപ്പൂ മത്സരം തൃക്കാക്കരയപ്പനുമൊക്കെ അതായത് വിഷ്ണുവിന് കാഴ്ച വെച്ചിട്ടുള്ളതാണ്. അവിടെ നടക്കുന്ന തിരുവാതിരയും അതുപോലെ തന്നെ വിഷ്ണുവിനെയും കൂട്ടത്തിലുള്ള അവർ ദേവദാസികളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന നൃത്തമാണ്. അത് കൂടുതൽ പഠിച്ചിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് അത് ഇതൊക്കെ ചെയ്യുന്നവർ, നടത്തിക്കുന്നവരും നടത്തുന്നവരും ഇത് പഠിച്ചിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ച് പഠിച്ചിട്ടുള്ളവരോട്, അല്ലാത്തവരോട് ചോദിച്ചാൽ അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അവർ എന്തെങ്കിലും ആയിരിക്കും പറയും. ഇതിനെപ്പറ്റി സാങ്കേതികമായിട്ട് പഠിച്ചിട്ടുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവിടെയും വിഗ്രഹാരാധനയാണ്. അതായത് മറ്റൊരു ഒരു ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, പ്രസാദിപ്പിക്കാൻ വേണ്ടി ദേവദാസി സമ്പ്രദായത്തിൽ വേഷമായി നമ്മളവിടെ നൃത്തം നടത്തുകയാണ് നമ്മുടെ വിശ്വാസികളെ കൊണ്ട്. എന്ത് തെറ്റാണ് അത്? ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും വലിയ അവർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് വന്നവരാണ്. അവരിന്ന് പിന്നെ വേറൊരു ദേവൻ്റെ പ്രീതിക്ക് പിന്നെ പോകുമ്പോൾ അതിന് ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. കൂടുതൽ അത് തന്നെ ചിന്തിച്ചുകൊണ്ടാൽ മതി എല്ലാവരും. അപ്പം ഇസ്രായേലിയർ അവരിത് കഴിഞ്ഞ് ഈ വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഈ പ്രമാണങ്ങളെല്ലാം ലംഘിച്ചു. അതുതന്നെയാണ് നമ്മളും ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഓണത്തിൽ ഞാൻ പറഞ്ഞല്ലേ പൂക്കളം, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേറെയും നോക്കാം. ഈ ബൈബിളിൽ ഇനിയും ഇവർക്ക് എന്താണ് അവസാനം വന്നത്? കഠിനമായ ശിക്ഷ ദൈവം കൊടുത്തു. ഈ 1-ാം പ്രമാണവും 6-ാം പ്രമാണവും ഒന്നിച്ച് ലംഘിച്ചവർ, അവർക്ക് കഠിനമായ ശിക്ഷയാണ് അത് കൊടുത്തത്. അതാ പുറപ്പാട് നമ്മൾ ഈ കണ്ടു. കർത്താവ് പറഞ്ഞു 11, മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ച് കർത്താവ് ശിക്ഷിക്കാൻ പോയപ്പോൾ കർത്താവ് വലിയ ശക്തിയോടും കരബലത്തോടും കൂടി അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞത്. കാരണം മറ്റുള്ളവർ ദൈവത്തെ വീണ്ടും നിന്ദിക്കാൻ ഇടയാകും, ഇവരെ കൊന്നുകളഞ്ഞല്ലോ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ഇവരെ ഭൂമുഖത്ത് നിന്ന് നീക്കിക്കളയട്ടെന്നാണ്. അതിനാൽ എന്നെ തടയരുത്, എൻ്റെ ക്രോധം ആളിക്കത്തി. 10-ാം വാക്യം, അവരെ വിഴുങ്ങിക്കളയട്ടെ, നിന്നിൽ നിന്ന് ഞാൻ ഒരു വലിയ ജനതയെ പകരം ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ജനതയില്ലാതെ എല്ലാവരെയും തീർത്ത് കളയട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുതന്നെയാണ് നമ്മൾ ഇനിയും പറയാനുള്ള. ഇനിയുമുണ്ട് പുറപ്പാട് അപ്പോൾ ഇവർ പറയുന്നത് കാര്യം ഇതാണ്. ഇപ്പോഴത്തെ നമ്മൾ ഇതിനെ സാധൂകരിച്ച് പറയുന്ന വൈദികൻ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ 2-ാം വത്തിക്കാൻ കൗൺസിൽ ഇതിൻ്റെ കാര്യം പറഞ്ഞത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ എന്താണ്? 23-ാം യോഹന്നാൻ മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ അത് കൂടിയപ്പോൾ എന്താണ് ചെയ്തത്? അതുവരെ നമ്മൾ അന്വേഷിച്ചിരുന്ന ആ തീവ്രമായ ഒരു മറ്റുള്ളവരുമായിട്ട് യാതൊരു വിധമായ ഒരു ബന്ധങ്ങളും ഇല്ലാതെ
കർശനമായ വ്യവസ്ഥകളോടെ ജീവിച്ചു വന്നിരുന്ന കരുതി പോന്നിരുന്ന നമ്മുടെ സമൂഹത്തിന് കത്തോലിക്ക സമൂഹത്തിന് ഒരു അയവ് വരുത്തുകയാണ് ചെയ്തത്. മറ്റുള്ളവരെ നമ്മൾ ഉൾക്കൊള്ളണം. ദേ ആർ ഓൾസോ ഗോഡ്സ് ചിൽഡ്രൻ. അതിന് ഒരു രണ്ട് പക്ഷമില്ല. എല്ലാ മനുഷ്യരുടെ ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാ മനുഷ്യരും. അപ്പോൾ അവരോട് ഏത് മതസ്ഥരായാലും അവരോട് എല്ലാവരുടെ സൗഹാർദ്ദവും സഹോദര്യവും സ്നേഹവും ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞ് അവരുടെ ഇത് മതപരമായ ചടങ്ങുകൾ നമ്മൾ സ്വാംശീകരിക്കാനല്ല, അതിവിടെ പകർത്താനല്ല, അത് നമ്മുടെ ദൈവാലയത്തിലും ആ കോമ്പൗണ്ടിലും പകർത്താനല്ല. ദൈവാലയത്തിൻ്റെ കോമ്പൗണ്ടെന്ന് പറയുമ്പോൾ ദൈവാലയം എന്ന് പറയുമ്പോൾ ദൈവാലയം നമ്മൾ സീനായി മലയിൽ കണ്ട് ഞാൻ പറഞ്ഞു, ഹോറേബ് മലയിൽ കർത്താവ് വസിക്കുന്നു, അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലത്ത് ആരും പ്രവേശിക്കരുത്. അതുപോലെയാണ് ദൈവാലയം പണിതിരിക്കുന്ന സ്ട്രക്ചർ നിലനിൽക്കുന്ന ആ ഭൂമിയും അത് മതിൽ കെട്ടി വേർതിരിച്ചിരിക്കുമ്പോൾ ആ മതിലും അതിൻ്റെ ചുറ്റുപാടുമുള്ള ആ മതിലിനകത്തുള്ള എല്ലാ സ്ഥലവും ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് നമ്മൾ ദൈവത്തിന് നിത്യമായിട്ട് സ്ഥിരമായിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. അല്ലാതെ കുറച്ച് ദിവസത്തേക്ക് അല്ല. ഓണത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ ഞങ്ങളിവിടെ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റേതല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടല്ല അവിടെ നമ്മൾ സ്ഥിരപ്പെടുത്തി അവിടെ ദൈവത്തിന് കൊടുത്തത്. അപ്പോൾ സ്ഥിരമായിട്ട് എന്നേക്കും ദൈവത്തിൻ്റേതാണ്. അപ്പോൾ അതിനകത്ത് വേറൊന്ന് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിനെതിരായിട്ടുള്ളതല്ലേ അത് കാണുന്നത്? അത് തന്നെയാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും അത് നിന്ദ്യമാണ്, ദൈവവിരോധം തന്നെയാണ്, ദൈവവിരോധം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇനി അടുത്ത കാലങ്ങളിൽ ഇത് കൂടുതൽ തീവ്രതയോടെ വന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ നമ്മുടെ കുട്ടികളൊക്കെ ഇത് കണ്ട് അവർ ഇങ്ങോട്ട് ഓരോന്നിൻ്റെയും കൂടെ പോയിട്ട് പിന്നെ പരിതപിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയൊക്കെ കണ്ട് നമ്മൾ മനസ്സ് മടുത്ത് നിൽക്കുന്ന ഇതെന്ത് ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ മനസ്സ് മടുത്ത് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരുടെ മുൻപിലാണ് അത് വീണ്ടും അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം അറിവുള്ളവർ അത് പഠിച്ചവരും അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മൾ നയിക്കുന്ന വന്ധ്യരായ വൈദികരും അത് പറഞ്ഞു കൊടുത്ത് തിരുത്തുകയാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇപ്പം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഇത് പഠിച്ചത് അവരോട് സ്നേഹിക്കണം, അവരോട് സൗഹാർദ്ദമായിട്ട് സന്തോഷത്തോടെയും തന്നെ നമ്മളും ജീവിക്കണം, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അവരുടെ ഇടയ്ക്ക് ജീവിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ഈ അനുഷ്ഠാനങ്ങളെല്ലാം നമ്മുടേതും കൂടെ ആക്കി മാറ്റി നമ്മൾ അവരെ സന്തോഷിപ്പിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യണമെന്നല്ല. അതൊക്കെ ഒരു തരം വിരോധാഭാസമാണ് ആ പണ്ഡിതനായ വൈദികൻ പറഞ്ഞത്. അത് മറ്റ് ഒരു മതാത്മക ചിന്താഗതിക്ക് വേണ്ടി നമുക്ക് ന്യായീകരിക്കാനായിട്ട് ഈ കൗൺസിലിൻ്റെ ആ വാക്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അവരുടെ സ്നേഹവും പ്രീതിയും ഒക്കെ നമ്മൾ സമ്പാദിച്ചിട്ട് ദൈവത്തിൻ്റെ അപ്രീതിയാണോ സമ്പാദിക്കേണ്ടുന്നത്? നമ്മൾ അത് ദൈവത്തിൻ്റെ വചനത്തിനും ആ സംഭവങ്ങളും കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്ന ഡയറക്ഷൻസിനുമൊക്കെ അതുമായിട്ട് മറ്റുള്ള മതത്തിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ സ്വാംശീകരിക്കാൻ വേണ്ടി ഒരു കോംപ്രമൈസ് അവയുമായിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതൊന്നും ഒരിക്കലും ന്യായമല്ല, അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. അതൊരു സന്ധികളൊന്നും അവിടെ ഉണ്ടാക്കേണ്ടുന്ന കാര്യമില്ല. അത് അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ, ദൈവത്തിനെ മാറ്റി നിർത്തി, പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിയിട്ട് സാത്താനെ അവിടെ അകത്ത് കയറ്റിയാണ് സാത്താന് പ്രവർത്തിക്കാനുള്ള അവസരം കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണ്. സാത്താൻ ക്രമേണ അത് സ്വന്തമാക്കിക്കൊള്ളും, അവൻ്റെ മാത്രമായിട്ടുള്ള സാമ്രാജ്യമാക്കിക്കൊള്ളും നമ്മൾ വിശ്വാസികളുടെ മനസ്സ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ കുടുംബങ്ങൾ ഓരോന്നൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഇടയിൽ. അത് എല്ലാവരും തന്നെ മനസ്സിലാക്കണം, എല്ലാവരും ഉണരണം. അപ്പം അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ദൈവപ്രീതിക്കായിട്ട് അവരുടെ ആ സമൂഹത്തിൻ്റെ പ്രീതിക്കായിട്ട് ചെയ്യുന്ന എന്തെല്ലാം ദോഷങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടെന്നുള്ളത് ബൈബിളിൽ നമുക്ക് എന്തുമാത്രം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അപ്പം നമുക്ക് അത് മഹത്തരമായിട്ടും തോന്നേണ്ടത് മറ്റുള്ളവരുടെ മനുഷ്യരുടെ മഹത്വത്തിന് വേണ്ടി പരിശ്രമിക്കാതെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പരിശ്രമിക്കുക. അതാണ്. എന്നിട്ട് ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എണ്ണിച്ചേർക്കപ്പെട്ടിരിക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കുകയും നമുക്ക് ആ മഹനീയ സ്ഥാനം കിട്ടിയതിൽ ദൈവത്തിന് സ്തുതിയും പറഞ്ഞ് അത് നന്ദിയും പറഞ്ഞ് കൃതജ്ഞതാ പ്രകാശത്തോടെ നമ്മൾ ജീവിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അല്ല മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി നമ്മളിതിൽ വിട്ടുവീഴ്ച ചെയ്ത് എന്തിനാ? ഒരു വിട്ടുവീഴ്ചയ്ക്കും അതിന് നമുക്ക് അധികാരം തന്നിട്ടില്ല.
അപ്പോൾ നമുക്ക് ഈ സംഖ്യയുടെ 25-ാം അധ്യായത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാം കൂടെ വിവരിക്കാനുള്ള ഒരു വീഡിയോയിലൊന്നും പറ്റത്തില്ല, മണിക്കൂറുകൾ എടുക്കേണ്ടി വരും ബൈബിളിലെ എല്ലാ ഭാഗങ്ങളും എടുക്കണമെങ്കിൽ. ഒന്നും കൂടെ വ്യക്തമാക്കി പറയാനാണ് ഞാൻ പറഞ്ഞത്. സംഖ്യ 25-ാം അധ്യായം. അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ മോവാബ്യർ അവർ പെയോറിൽ ആയിരിക്കുമ്പോൾ മോവാബ്യ മോവാബ്യരുമായിട്ടൊക്കെ അവർക്ക് ഒരു ബന്ധം അവർക്ക് ഉണ്ടായിപ്പോയി. അവർ പെയോറിലെ ഷിത്തിമിൽ പാർക്കുമ്പോഴാണ് മോവാബ്യർ അവരെ കൂടുതൽ എതിർത്തവരാണ്. അവരെ എങ്ങനെ ഈ ദൈവജനത്തെ ചതിയിൽപ്പെടുത്തി അവരുടെ കൂട്ടത്തിലാക്കി ദൈവത്തിൽ നിന്ന് അവരെ തെറ്റിച്ച് അവരെ തോൽപ്പിക്കാൻ സാധിക്കും. ദൈവത്തിൽ നിന്ന് അവരെ തെറ്റിച്ചാൽ അവരെ തോൽപ്പിക്കാൻ നിഷ്പ്രയാസം സാധിക്കും. അങ്ങനെ അബീമേലെക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് അവരുടെ സ്ത്രീകളെ അവർക്ക് കൊടുത്തു. അവിടെ അവരുമായിട്ട് അവരുടെ ദേവന്മാരെ ആരാധിക്കാനും അവരുടെ ദേവന്മാരുടെ ഭക്ഷണത്തിൽ പങ്കുചേരാനും അർപ്പിച്ച ഭക്ഷണത്തിൽ പങ്കുചേരാനും അവരെ ക്ഷണിക്കുന്നത്. അങ്ങനെ അവർ പോയി. അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിന് സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. ഈ അധ്യായം ശരിക്കും വായിക്കണം. 25-ാം അധ്യായം, ഈ സംഖ്യ 25 അധ്യായം മുഴുവനും ചെറിയ ഒരു അധ്യായമാണ്. ഈ 32 പുറപ്പാട് 32 അതുപോലെ തന്നെ ശരിക്കും വായിക്കണം. അപ്പോഴവർക്ക് ഇതിൻ്റെയൊക്കെ ആ തീവ്രത എന്താണെന്ന്, സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാകും. അപ്പോഴെന്ത് ചെയ്യുന്നത്? എന്നിട്ട് അവർക്ക് അവിടെ സർവ്വനാശമാണ് സംഭവിക്കുന്നത്. അത് കണ്ട അബീമേലെക്കും അവരൊക്കെ അവിടെ എന്തുവായിരുന്നു, അവിടെ ബാലാക്കുമൊക്കെ അവർ സന്തോഷിച്ച് ആനന്ദിക്കുകയാണ്. കാരണം ഇനി അവരെ പ്രത്യേകമായിട്ട് പെട്ടെന്ന് തോൽപ്പിക്കാം. അതവിടെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ ഇതൊന്നും ചിന്തിക്കാതെയും പഠിക്കാതെ ഇതുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കാതെ എന്തുകൊണ്ട് ഇതിനൊക്കെ മുതിരുന്നു എന്നുള്ളത് ഒരു അതിശയമാണ്, ഒരു വിരോധാഭാസമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലും മഹത്തരമായിട്ട് നമുക്കൊന്നുമില്ല. അതിനുവേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരുടെ പുസ്തകത്തിൽ എഴുതിക്കുന്നതിനല്ല. അവരുടെ സൗഹൃദം സമ്പാദിക്കാൻ ഒരുപാട് അങ്ങനെ ഇനിയും നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. സാത്താൻ അതിനുവേണ്ടി ഒരുപാട് അവന് അവസരം കൊടുത്തു. അപ്പോൾ ഇനി അവന് ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഓരോ കുടുംബത്തിലും നമുക്കിതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് ഒരു വിളവെടുപ്പ് ഉത്സവമായിരുന്നു ആദ്യം ഈ ഓണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വിളവെടുപ്പ് ഉത്സവം ബൈബിൾ അനുസരിച്ച് യഹൂദരുടെ ഏതായിരുന്നു? പെന്തക്കോസ്താ ദിവസമായിരുന്നു. അവിടെ പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാ അഭിഷേകം വർഷം നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ പെന്തക്കോസ്താ തിരുനാളിൽ വന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ, പല ലക്ഷങ്ങളാണ് യെരുശലേമിൽ ഉണ്ടായിരുന്നവർ. എല്ലാവരും അവിടെ തടിച്ചു കൂടിയത്. 1-1.5 മണിക്കൂർ നേരത്തെ പ്രസംഗം കൊണ്ട് പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് വലിയൊരു കൊയ്ത്ത് നടന്ന് വിളവെടുപ്പ് ഉത്സവം നടത്തി. ഇതാണ് ഒരു 10,000-3000. അപ്പോൾ അവരവരുടെ നാട്ടിൽ ചെന്ന് ബാക്കിയുള്ളവരെയും കൂടെ ആ ക്രിസ്തുവിൻ്റെ ആ സൈന്യത്തിൽ, ആ വിശ്വാസത്തിൽ ചേർത്തപ്പോൾ എല്ലാം കൂടെ ഒരു 10,000-25,000 പേരും ഉണ്ടായി കാണും. അപ്പോൾ ഇത്രയും വലിയൊരു കൊയ്ത്തിൽ ഇത്രയും വലിയ 10,000-30,000 കറ്റകൾ അവിടെ റെഡിയായി കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പ്രവർത്തിച്ചപ്പോൾ, സ്ലീഹന്മാരിലൂടെയും ബാക്കി ശിഷ്യന്മാരിലൂടെ പ്രവർത്തിച്ചപ്പോൾ ഇതിലും വലിയ അത്ഭുതം നമുക്ക് എന്തുകൊണ്ട് പറയാൻ? എവിടെയാണ് നടക്കുന്നത്? അപ്പം നമ്മുടെ വിളവെടുപ്പ് ഉത്സവം എന്ന് പറയുമ്പോൾ ഈ പെന്തക്കോസ്താ തന്നെയാണ്. ഇത് ആക്ട്സ് 2:37, 38, 39 വാക്യങ്ങൾ, ആക്ട്സ് അപ്പസ്തോലരുടെ നടപടിക്രമങ്ങൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിലുള്ളപ്പോൾ പിന്നെ നമ്മൾ മറ്റൊന്നിനൊന്നും പോകരുത്. തെറ്റ് തന്നെയാണ്. അത് എനിക്ക് പറയുന്നതിന് എനിക്കിനിയും എന്ത് വന്നാലും ശരി തന്നെ പറയാനുള്ളത് പറയണം. പരിശുദ്ധാത്മാവിൻ്റെ ആ നിർബന്ധം കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം ഞാനിത് 2 ആഴ്ചത്തേക്ക് മാറ്റി വെച്ചപ്പോൾ, ഞാൻ വേണ്ട എന്ന് മാറ്റി വെച്ചപ്പോൾ ദൈവം എന്നെ ബാക്കിയുള്ളവരുടെ കാണിച്ചു. എനിക്ക് അതൊന്നും നോക്കുന്നതല്ല. അപ്പോൾ അത് ബാക്കിയുള്ളവർ ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് പറയുന്നത്. ഇത് തന്നെയാണ് യോഹന്നാൻ 4-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നത്. നമ്മൾ അതൊക്കെ ഒന്ന് വായിക്കണം. 4-ാം അധ്യായം 35-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഈ വിളവെടുപ്പ് ഉത്സവത്തിൽ 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്ന്
എന്നാൽ ഞാൻ പറയും, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞു കൊയ്ത്തിന് പാകമായിരിക്കുന്നു. അപ്പോൾ ആ അപ്പസ്തോലന്മാരുടെ നടപടിക്രമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 2-ാം അധ്യായത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ആ കാര്യം, ആ വിളവെടുപ്പാണ് ഇവിടെയും യോഹന്നാൻ പറയുന്നത്. നമ്മുടെ ആത്മീയമായ വിളവെടുപ്പാണ് നമ്മുടെ സഭയുടെ. അപ്പോൾ ഇവരെ വിട്ട് കളഞ്ഞാൽ പിന്നെന്താ? ആ വിളവെടുപ്പ് നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പാടുപെട്ട് വിളവെടുപ്പത്ത് ഒരുമിച്ച് കൂട്ടിയതെന്ന് ആ കറ്റകളൊക്കെ നശിപ്പിക്കുന്നു അതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ചെയ്യേണ്ടുന്നത്. നമ്മളല്ല മറ്റേ വിധത്തിലാവുക, മറ്റേ പ്രവർത്തനങ്ങൾ ചെയ്യുകയല്ല. അപ്പോൾ അവരുടെ പ്രീതിക്ക് വേണ്ടിയല്ല. ഇത് അപ്പസ്തോലൻ, ഇപ്പോൾ പൗലോസ് അപ്പസ്തോലൻ എന്ത് പറയുന്നതും കൂടെ നമുക്ക് നോക്കാം. ഗലാത്യരുടെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റേതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. ഇതാണ് ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ട വൈദികരെ. ഞാൻ ആ പറഞ്ഞ അഭിവന്ധ്യ വൈദികരോട് ഞാൻ പറയുന്ന ആ ഗുഡ്നസ്സിലൂടെ അദ്ദേഹം ഇതിനെ ന്യായീകരിച്ച് പറഞ്ഞത്, നമ്മൾ 2-ാം വത്തിക്കാൻ കൗൺസിലിൽ എല്ലാവരോടും പഠനങ്ങളിൽ എല്ലാവരോടും സൗമ്യമായിട്ടും സന്തോഷമായിട്ടും സ്നേഹമായിട്ടും ആദരവോടെയും പെരുമാറണം, സൗഹൃദത്തോടെയും ജീവിക്കണം, ആരെയും തള്ളിക്കളയരുത്, നിസ്സാരരാക്കി കാണരുത് എന്ന് പഠിപ്പിച്ചപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ മറ്റുള്ളവരുടെ ദേവന്മാരുടെ ഇതൊക്കെ ആരാധനയിൽ പങ്കുകൊള്ളണം, അത് നമ്മൾ ഇങ്ങോട്ടെടുത്ത് നമ്മുടെ ദേവാലയത്തിൽ സ്ഥാപിക്കണം എന്നൊക്കെ ആണോ പഠിപ്പിക്കേണ്ടത്? അതൊക്കെ വിരോധാഭാസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ആത്മായ ലീഡേഴ്സ്, നേതാക്കന്മാർ ഒന്ന് ശ്രദ്ധിക്കണം. യുവശക്തികളെ ഇങ്ങനെ തിരിച്ചു വിടരുത്. അവിടെ തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണും. ഈ പൂക്കളം ഒരുക്കൽ, തിരുവാതിരക്കളി, ഈ ആഘോഷങ്ങൾ പള്ളിക്കകത്തൊന്നും പാടില്ല. നമ്മളതിൽ പോവുകയും ചെയ്യരുത് വിശ്വാസികൾ. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അവസാനം നമ്മൾ ഇതെല്ലാം